സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടത്തിൽ. എടവണ്ണയിൽ നടന്ന യങ് ഇന്ത്യ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 20 സീറ്റിലും ഐക്യജനാധിപത്യ മുന്നണി വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തിരഞ്ഞെടുപ്പ്. വിലക്കയറ്റം, പെൻഷൻ വിതരണത്തിൽ കാലതാമസം തുടങ്ങി വിവിധ വിഷയങ്ങൾ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. എല്ലാ മേഖലയിലും സംസ്ഥാന സർക്കാർ ഭരണപരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്ക് വലിയ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, കേരളത്തിൽ ഒരുവിധ എല്ലാ മണ്ഡലത്തിലും പോയ ഒരാളെന്നതിൽ ഏതെല്ലാം സർവേക്കാരന്മാർ എന്തെല്ലാം പറഞ്ഞാലും ജൂൺ മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോ കേരളത്തിലെ 20 സീറ്റ് നേടാൻ പോകുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ്. അതിനകത്തൊരു തർക്കവും വേണം. വെള്ളക്കരം വർദ്ധിപ്പിച്ചിരിക്കുന്നത്, അവിടെയാണ് വീട്ടുകരം വർദ്ധിപ്പിച്ചിരിക്കുന്നത്, അവിടെയാണ് ഭവന നിർമ്മാണകരം വർദ്ധിപ്പിച്ചിരിക്കുന്നത്, അവിടെയാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്, അവിടെയാണ് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്, അവിടെയാണ് സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങളുടെ സബ്സിഡി നിരക്കിനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏതൊക്കെ നാട്ടിൽ വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാക്കിയ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുകയാണ്. പിണറായി വിജയന്റെ പോസ്റ്റർ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുമില്ല. എന്താ കാര്യം? സ്ഥാനാർത്ഥികൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പിണറായി വിജയന്റെ ചിത്രം വെക്കണ്ട എന്നാണ്. കാരണം പിണറായി വിജയനെ കണ്ടാൽ കിട്ടാൻ സാധ്യതയുള്ള 10 വോട്ട് കൂടി സ്ഥാനാർത്ഥികൾക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഒരാളും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇപ്പൊ പിണറായി വിജയനെ വിളിക്കുന്നില്ലല്ലോ. കാരണം എന്താ? ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങളിൽ നിന്ന് ഇത്രയേറെ അകന്നു മാറിയ ഒരു മുഖ്യമന്ത്രി, നാട്ടിൽ വിലക്കയറ്റം കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രി, നാട്ടിൽ പെൻഷൻ കൊടുക്കുന്നില്ല അല്ലേ? 62 ലക്ഷം മനുഷ്യന്മാർക്ക് 8 മാസക്കാലമായി പെൻഷൻ മുടക്കിയിരിക്കുകയാണ് അല്ലേ? അതിന്റെ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനം എടുത്തതാണ് 3200 രൂപ 3 മാസത്തെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. 4500 രൂപ 3 മാസത്തെ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. കൊടുത്തില്ല. ആ 1 മാസത്തെ പെൻഷനാണ് കൊടുത്തത് 1500 രൂപ. കൊടുക്കാതെ തന്നെ അപ്പോൾ തന്നെ ഫ്ലക്സ് ബോർഡ് വെച്ചു. 1500 രൂപ ആളുകളുടെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ തന്നെ കാണുന്ന ചുവരുകളിലെല്ലാം ചുവരെടുത്ത് നടത്തി 4500 രൂപ മലയാളിക്ക് വിഷു കൈനീട്ട് കൊടുക്കുന്ന പിണറായി വിജയൻ അഭിവാദ്യം പറഞ്ഞല്ലേ? അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത്രയും ഉളുപ്പില്ലാത്തൊരു വർഗം ഈ നാട്ടിൽ വേറെ കാണും. കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്ക് ഇങ്ങോട്ട് തരാനുള്ള പണത്തിൽ നിന്ന് 4500 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് അത് പോസ്റ്റർ അടിച്ചു വെക്കുകയാണ്. ഇതിനൊക്കെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ കാണുന്നത് തന്നെ അലർജിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ മാറി. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നവകേരള സദസ്സ് നടത്തി അല്ലേ? കേരളം മുഴുവൻ നവകേരള സദസ്സ് നടത്തി. നവകേരള സദസ്സ് നടത്തിയിട്ട് പ്രയോജനമുണ്ടായ ആരെങ്കിലും ഒരാളെങ്കിലും കേരളാട് കാണിച്ചതാണ്? ഒരാളെങ്കിലും ഇതുകൊണ്ട് ആകെ പ്രയോജനം ഉണ്ടായതാണ്. 12 മണിക്കാർക്ക് മൈക്ക് സെറ്റുകാർക്ക് പണം കിട്ടി. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് നല്ല പൈസ കിട്ടി. കാരണം വളരെ ലാവിഷായിട്ടുള്ള ഭക്ഷണമാണ്. അതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടി. പ്രയോജനം കിട്ടിയെന്നില്ലെന്ന് മാത്രമല്ല, ഒറ്റ കുട്ടിക്ക് ഞാൻ അടുത്തേക്ക് പോകാൻ പറ്റും. ഒരു കുട്ടിക്ക് പോലും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ കള്ളായി. നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള ജിൻഡോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് പിണറായി വിജയന്റെ അടുത്തേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ ഏക മലയാളി. 3.5 കോടി മലയാളികൾ ഓർമ്മയുണ്ടല്ലോ. ഒരു NCC കേണൽ അവൻ പിണറായി വിജയന്റെ അടുത്തേക്ക് ചെന്നപ്പോ തന്നെ കണ്ണിന് കൈവച്ചൊരു ഉഗ്രം ചാമ്പുണ്ട് അല്ലേ? പിണറായി വിജയന്റെ കണ്ണിലൂടെ പൊന്നീച്ച പറഞ്ഞ ചിത്രം നമ്മൾ കണ്ടു. അതാണ് ഏക മലയാളികളുടെ അടുത്തേക്ക് പോകാൻ പറ്റിയത്. അപ്പോഴാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, അയ്യോ അവർക്ക് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇയാൾ സൂര്യനാണ്, അടുത്തോട്ട് എന്നാൽ കത്തി ചാമ്പലായി പോകും. അപ്പൊ ഉടനെ DYFIക്കാർ പറഞ്ഞു, ഇത് സൂര്യനല്ല, ഇത് കാറ്റിൽ പറക്കുന്ന കഴുകനാണ്, തീയിൽ കുരുത്ത കുതിരയാണ്. എനിക്ക് ഈ CPM-കാരോടുള്ളൊരു വലിയ സ്നേഹം എന്ന് പറയുന്നത്, അവർ പിണറായി വിജയനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടാണെങ്കിലും സൂര്യനാണെന്ന് പറയും, കുതിരയാണെന്ന് പറയും, കഴുകനാണെന്ന് പറയും. ഒറ്റ കുട്ടി പോലും ഇയാൾ ഒരു മനുഷ്യനാണെന്ന് ഇന്ന് വരെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് വായിക്കാൻ പാർട്ടിക്കാരുടെ രൂപ. ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരുടെ അകലം പാലിക്കുന്ന സൂര്യനാണെന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു വശത്ത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ മുഖ്യമന്ത്രി എന്ന ശ്രീ ഉമ്മൻചാണ്ടി അല്ലേ? ജനസമ്പർക്ക പരിപാടി നടത്തി മലപ്പുറത്ത് നടക്കാം. ഒറ്റ നിപ്പല്ലേ നിൽക്കുന്നത് അല്ലേ?
10-17 മണിക്കൂർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്ന മനുഷ്യന്മാരുടെ പരാതികൾ കേൾക്കാൻ, ആവലാതികൾ കേൾക്കാൻ, വറതികൾ കേൾക്കുവാൻ, അവരുടെ സങ്കട കണ്ണീരൊപ്പുവാൻ ചില മനുഷ്യർ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു, ചിലർ പൊട്ടിക്കരഞ്ഞു, ചിലർ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചു, ചിലർ ആ മനുഷ്യന്റെ അടുത്തൊന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു. ആ ചെന്ന മനുഷ്യന്മാർക്കെല്ലാം പരിഹാരം. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.